ഭാരതീയ സ്ത്രീ, നമ്മുടെ സംസ്കാരം എങ്ങനെയാണ് അതിൽ സ്ത്രീയെ അടയാളപ്പെടുത്തിയത്, അല്ലെങ്കിൽ സ്ത്രീകൾ സംസ്കാരത്തെ എങ്ങനെയാണ് അടയാളപ്പെടുത്തുന്നത്, സ്ത്രീകളോടുള്ള പെരുമാറ്റം എങ്ങനെയാണ് നമ്മുടെ സംസ്കാരത്തെ രൂപപ്പെടുത്തിയെടുത്തത് തുടങ്ങിയ വിഷയങ്ങളിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. എൻ്റെ ആദ്യത്തെ ചോദ്യം ദീദിയോടാണ്. ദീദി തൻ്റെ പ്രഭാഷണങ്ങളിൽ, തൻ്റെ ഉദ്ബോധനങ്ങളിലൊക്കെ എപ്പോഴും പറയാറുള്ള ഒരു ഫ്രേസ് ഉണ്ട്. അത് നമ്മുടെ ലളിതാ സഹസ്രനാമത്തിൽ നിന്നെടുത്ത ദേവകാര്യ സമുദ്യത. ദേവകാര്യങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി ആവിർഭവിച്ചവളാണ് ശക്തി എന്നുള്ള വസ്തുത ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് അമ്മ നമ്മളുടെ പെൺകുട്ടികളോടും സ്ത്രീകളോടുമൊക്കെ സംവദിക്കാറുള്ളത്. ആ ആശയം അമ്മ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ അല്പം വിശദീകരിച്ച് സംസാരിക്കുമോ? തൃശ്ശൂരിന് മാത്രം അഭിമാനിക്കാവുന്ന മാതിരിയാണ് ഇവിടുത്തെ ഈ സദസ്സ്. വളരെയധികം സന്തോഷമുണ്ട്. ജന്മസ്ഥലത്ത് വളരെ അപൂർവമായിട്ടേ ഞാൻ വേദികളിൽ പ്രത്യക്ഷപ്പെടാറുള്ളൂ. വളരെ സന്തോഷമുണ്ട്. ആദ്യമായി വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ ആരുടെ സ്മരണയിലാണോ ഈ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നത്, അദ്ദേഹത്തിന് എൻ്റെ ആദരാഞ്ജലികൾ അർപ്പിക്കട്ടെ. 1996 എൻ്റെ ഷഷ്ടിപൂർത്തി സമയത്ത് വീട്ടിൽ വെച്ചൊരു സപ്താഹം നടത്തുകയുണ്ടായി. ആ സപ്താഹത്തിന് ആചാര്യനായി വന്നത് സംപൂജ്യ ശർമാജിയായിരുന്നു. 7 ദിവസം മുഴുവനും അദ്ദേഹത്തിൻ്റെ പ്രഭാഷണ ചാതുരിയിൽ മുങ്ങി ഇരിക്കാനുള്ള അവസരം കിട്ടുകയുണ്ടായി. അദ്ദേഹത്തിന് എൻ്റെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ഇന്നത്തെ ഈ പരിപാടിയിൽ സംഘാടകർ 3 ശക്തി സ്വരൂപങ്ങളെയാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഒന്ന്, സന്യാസത്തിൽ കൂടി അങ്ങേയറ്റം ശക്തി സംഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭാരതീയ സന്യാസ സങ്കല്പത്തിൻ്റെ പ്രതിരൂപമായിരിക്കുന്ന അമ്മ. രണ്ടാമത്, സന്യാസി അല്ലെങ്കിലും ത്യാഗവും സേവനവും ജീവിതവ്രതമായി എടുത്ത് സന്യാസേതര ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന, എൻ്റേതായിട്ടുള്ള ശക്തി ആർജിച്ച് സമുദായത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ. മൂന്നാമതായിട്ട്, നിങ്ങളെ എല്ലാവരെയും മാതിരി ഗൃഹസ്ഥാശ്രമിയായിരുന്ന് കുടുംബവും മക്കളെയുമൊക്കെ നോക്കി കൂടെ തന്നെ വേണ്ട വിധത്തിലുള്ള പഠിപ്പിക്കലും അധ്യയനവും അധ്യാപനവും എല്ലാം നടത്തിക്കൊണ്ട് നമ്മുടെ വേദികളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാന്നിധ്യമാണ് സരിത. വളരെയധികം സന്തോഷമുണ്ട് ഇങ്ങനെയുള്ളൊരു വേദിയിൽ വരാൻ സാധിച്ചതിൽ. എന്നോട് ചോദിച്ച ചോദ്യം ദേവകാര്യ സമുദ്യത, അതിനെപ്പറ്റി വിശദീകരിക്കാനായിരുന്നു. ഒരു പ്രാവശ്യം രാമകൃഷ്ണ ഭക്തസമ്മേളനത്തിൽ ശാരദാദേവിയെപ്പറ്റി പ്രഭാഷണം നടത്തണമായിരുന്നു. അപ്പോൾ സാധാരണയായിട്ട് ഞാൻ പ്രഭാഷണത്തിന് പോകുമ്പോൾ അവരുടെ ജീവിതത്തിൻ്റെ വെറും സാധാരണ, അവരിന്ന ദിക്കിൽ ജനിച്ചു, ഇന്ന ദിക്കിൽ വളർന്നു, ഇന്ന ദിക്കിൽ, അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും പറയണം എന്ന് എനിക്ക് എപ്പോഴും തോന്നും. അതിനുവേണ്ടി ധ്യാനിക്കുമ്പോൾ ചിലപ്പോൾ ചില ഉൾക്കാഴ്ചകൾ വരാറുണ്ട്. അതേമാതിരി ദേവിയെപ്പറ്റി സംസാരിക്കാൻ തയ്യാറെടുത്തപ്പോഴാണ് എന്താണ് അമ്മയെപ്പറ്റി പറയേണ്ടത് എന്ന് അമ്മോട് ചോദിച്ചപ്പോൾ ലളിതാ സഹസ്രനാമത്തിലെ ആദ്യത്തെ ശ്ലോകം ശ്രദ്ധിക്കൂ എന്ന് പറഞ്ഞു. ആദ്യത്തെ ശ്ലോകം നമുക്കെല്ലാവർക്കും കാണാപ്പാഠമാണ്. ശ്രീമാതാ ശ്രീ മഹാരാജി ശ്രീമത് സിംഹാസനേശ്വരി ചിതഗ്നികുണ്ഡ സംഭൂത ദേവകാര്യ സമുദ്യത. നമ്മൾ എത്രയോ പ്രാവശ്യം അത് ഉരുവിട്ടിട്ടുണ്ടാവും. പക്ഷേ അതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് ചില അർത്ഥതലങ്ങളെ നമുക്ക് കണ്ടെടുക്കാനായിട്ട് സാധിക്കും.
അപ്പം ശാരദാദേവിയെ പറ്റി ഓർത്തപ്പോൾ ഒരു അവതാര പുരുഷൻ്റെ ഭാര്യയായി അവതാര കാര്യം സാധിപ്പിച്ചു കൊടുക്കാനായിട്ട് ജീവിതത്തിലേക്ക് കടന്നു വന്ന ഒരു പ്രത്യേക വ്യക്തിത്വമാണല്ലോ അമ്മയുടേത്. ആ അവതാര കാര്യം എന്താണ്? ഭാരതത്തിൽ ജനിച്ച് ഹൈന്ദവ സംസ്കൃതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന നമുക്ക് എല്ലാവർക്കും ഒരു ദൈവകാര്യം ചെയ്യാനുണ്ട്. പക്ഷെ നമ്മളതെല്ലാം മറന്നു പോയിരിക്കുകയാണ്. മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായി, ഇപ്പം ഇംഗ്ലണ്ടിലോ അമേരിക്കയിലോ മറ്റോടത്ത് അവിടെ ഒന്നും ജനിച്ചവർക്കൊന്നും ഇങ്ങനെയുള്ള ഒരു സാംസ്കാരിക ചുമതല ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഭാരതത്തിൽ ജനിച്ചിരിക്കുന്ന നമ്മൾക്കേവർക്കും, പ്രത്യേകിച്ച് സ്ത്രീകൾക്കും, ഒരു സാംസ്കാരിക ചുമതല കൂടിയുണ്ട്. ആ ചുമതല എന്താണ്? ദേവകാര്യത്തിനെ നിലനിർത്തിക്കൊണ്ടുവരിക. ദേവകാര്യം നശിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ സ്വാമിജിയുടെ വാക്കുകളുണ്ടല്ലോ അല്ലേ, ഭാരതം നശിക്കുകയോ എന്നാൽ ഈ ലോകത്തിൽ നിന്ന് എല്ലാ ആധ്യാത്മിക സൗന്ദര്യവും നശിക്കും. അപ്പോൾ ആ ആധ്യാത്മിക സൗന്ദര്യത്തെയും ശക്തിയെയും നിലനിർത്തിക്കൊണ്ടുവരേണ്ടതായിട്ടുള്ള ഒരു പ്രധാന ചുമതല ഭാരതീയർക്കുണ്ട്. പ്രത്യേകിച്ചും ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ദേവി സഹസ്രനാമത്തിൻ്റെ ഭാഗത്തിൽ സ്ത്രീകളായ നമ്മൾക്ക് പ്രത്യേകിച്ചും ആ ചുമതലയുണ്ട്. നമ്മളത് നിറവേറ്റുന്നില്ല എന്നതാണ് ഇന്ന് ഹിന്ദുധർമ്മത്തിന് പറ്റിയിരിക്കുന്ന വലിയ ഒരു സങ്കടം. എന്താണെന്ന് വെച്ചാൽ നമ്മൾക്കെല്ലാം അങ്ങനെയുള്ളൊരു സാംസ്കാരിക ചുമതലയുള്ളതായിട്ട് നമുക്ക് യാതൊരു ബോധവുമില്ല. നമ്മൾക്കെല്ലാവർക്കും മറ്റുള്ളത് കാണിക്കുന്നത് ഭക്ഷണമായാലും വസ്ത്രമായാലും വർത്തമാനം എല്ലാത്തിലും ആരെയോ അനുകരിക്കുന്നതാണ് നമുക്കെല്ലാം ഇഷ്ടം. അങ്ങനെ അനുകരിച്ച് കുറേ തലമുറകളായി വന്ന് ഇപ്പോൾ സംസ്കാരശൂന്യമാണ് ഹൈന്ദവ കുടുംബങ്ങളും സമുദായവുമെല്ലാം.